മേഘ, ശശി തരൂർ ബി.ജെ.പിയിലേക്ക്, ശശി തരൂർ കോൺഗ്രസ് വിടുന്നു എന്നുള്ള വാർത്തകൾ ഒരുപാട് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേട്ട് പഴകി എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത കുറച്ച് പുതുമയുള്ളതാണ്. ശശി തരൂരിനെ CPM-ലേക്ക് വിളിക്കാൻ അല്ലെങ്കിൽ CPM-ലേക്ക് കൊണ്ടുപോകാനുള്ള ചില ഗൂഢ നീക്കങ്ങൾ CPM-നകത്ത് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു മെയിൻ സ്ട്രീം മാധ്യമമായിട്ട് നിന്നാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. കൃത്യമായി അവർ പറയുന്നത്, അവർക്ക് വിശ്വാസമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വാർത്ത അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യവസായിയുമായി ശശി തരൂർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം ശശി തരൂരിനെ CPM-ലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ശശി തരൂർ, നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ CPM-ലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ദുബായിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ ഞാനും ഹർഷയും വായുവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വാർത്തയല്ല, സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. ദുബായിൽ വെച്ച CPM-ന്റെ ഒരു നേതാവ്, അതും മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ ഒരു വ്യവസായി കൂടിയായ ഒരാൾ, നേതാവല്ല ഒരു വ്യവസായിയാണ് അദ്ദേഹം, ശശി തരൂരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു മഹാപഞ്ചായത്തിൽ ഉണ്ടായ തിക്ത അനുഭവം, രാഹുൽ ഗാന്ധി മൈൻഡ് ചെയ്യാതെ പോയ അനുഭവം ഏറെ കുലുക്കിയിട്ടുണ്ട് ശശി തരൂരിനെ. അതുമല്ലെങ്കിൽ തന്നെയും കഴിഞ്ഞ കുറെ നാളുകളായി പലരെയും പുകഴ്ത്തി ഒരിടത്തും പിടി തരാതെ ഓടുകയായിരുന്നു ശശി തരൂർ. നമ്മൾ വിചാരിച്ചിരുന്ന BJP-യിലേക്ക് ചേക്കേറാനുള്ള ശ്രമമാണെന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഹർഷ. കേരളത്തിലെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കോൺഗ്രസിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 5 or 6 മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സ് ഉണ്ട്. മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള യോഗ്യതയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ആരുണ്ട്? പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 വർഷം മുഖ്യമന്ത്രിയായി തുടരുകയും അതിനുശേഷം മാറിക്കൊടുക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ മാറിക്കൊടുക്കുമ്പോൾ ആ ഒരു സ്പേസ് ഫിൽ ചെയ്യാൻ ഇനി ആരാണുള്ളത്? ഇപ്പോൾ മാറിക്കൊടുത്താലും ഇപ്പോൾ മാറിക്കൊടുത്തില്ല, ഇപ്പോൾ മുഖ്യമന്ത്രിയാകുന്നത് പിണറായി അല്ല എന്നതിനെ ഇരിക്കട്ടെ, രണ്ടാമത് വെക്കാൻ ഒരു പോയിന്റ് ഇല്ല, രണ്ടാമത് വെക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. ആ ഓപ്ഷനിലേക്കാണോ ശശി തരൂർ വരുന്നത് എന്നുള്ളതാണ്. അതായത് CPM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരിക്കും ശശി തരൂർ എന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ സാധ്യതയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശശി തരൂരിനെ പോലെ ഒരു വിശ്വപൗരൻ, അത്രയും അറിവുള്ള, സംസാരശേഷിയുള്ള, നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയെ CPM എന്നുള്ള പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഏരിയ സെക്രട്ടറി ആയിട്ടോ ഒന്നും ആയിരിക്കില്ലല്ലോ. എന്തായാലും ഉറപ്പായും ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ തന്നെയാണ് CPM പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ വാർത്ത സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അതായത് ഈ റിപ്പോർട്ട്, അതായത് ഈ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ഉറപ്പായും അതിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചത് വലിയൊരു കോളിളക്കം തന്നെയാണ് കോൺഗ്രസിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കറിയാം ശശി തരൂരിന് ഇനിയിപ്പോൾ കോൺഗ്രസിൽ തുടർന്നാൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനമാനങ്ങളും ലഭിക്കില്ല, അല്ലെങ്കിൽ MP ആയി തുടരുന്നിടത്തോളം രണ്ട് MP-മാർ, അതായത് സുധാകരനും ഈ പറയുന്നത് പോലെ ഷാഫി പറമ്പിലിനും ഒഴികെ മറ്റാർക്കും തന്നെയും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് ഏതാണ്ട് തീരുമാനമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിയമസഭയിൽ ഒരു സീറ്റ് മോഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്വയം സർവേ പോലും പുറത്തുവിട്ട വ്യക്തിയാണ് ശശി തരൂർ. സ്വാഭാവികമായും തനിക്കൊരു സീറ്റ് എന്നുള്ളൊരു മോഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി കാണും. അപ്പോൾ ആ മോഹത്തിനെ പോവണിയിപ്പിക്കാൻ വേണ്ടി CPM-ലോട് ചേക്കേറില്ല, അല്ലെങ്കിൽ CPM-ലേക്ക് BJP-യിലേക്ക് പോയാൽ തീർച്ചയായിട്ടും മന്ത്രിയാകാനൊന്നും സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടാകും. സ്വാഭാവികമായും പിന്നീട് ഒരു ഓപ്ഷൻ, എങ്ങാനും CPM അധികാരത്തിൽ വന്നാൽ, അവിടെ വിജയിച്ചാൽ അവിടെ ഒരു മന്ത്രിസ്ഥാനം, അത് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഒരു മുഖ്യമന്ത്രിയാകാൻ അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം NDTV പുറത്തോട്ട സർവേയിൽ നിന്നും 9% മുകളിൽ ആളുകളാണ് ശശി തരൂർ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ കേരളത്തിലുള്ളത്. അതെ, ശശി തരൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും കോൺഗ്രസിന് വേണ്ട. കോൺഗ്രസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പുകഞ്ഞ കൊള്ളി എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നുകിൽ BJP-യിലേക്ക് അല്ലെങ്കിൽ CPM-ലേക്ക്. എവിടെയാണ് നേട്ടം കൊയ്യേണ്ടത്, എവിടെയാണ് കുറച്ചുകൂടി വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ശശി തരൂർ അതിൽ നോക്കിക്കണ്ട് ഒരു തീരുമാനമെടുത്ത് എപ്പോഴാന്ന് വെച്ചാൽ പോവാം. നമ്മൾ ഇതിനു മുൻപും ശശി തരൂരിന്റെ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും മോദിയെ പ്രശംസിക്കുമ്പോൾ നമ്മൾ ചർച്ചകൾ എടുക്കാറുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ നമ്മൾ തന്നെ പേഴ്സണലി പറയും, ഇത് സെയിം കാര്യമല്ലേ, നമ്മൾ ഈ സ്ഥലം മാറി, ഡയലോഗ് മാറി എന്ന് മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? മുൻപും ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ
തന്റെ അതൃപ്തി കൃത്യമായി അദ്ദേഹം തുറന്നു പറഞ്ഞു. ബാക്കി പല നേതാക്കന്മാർക്കും ഇത്തരത്തിൽ അതൃപ്തി ഉണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ പോലും തുറന്നു പറയാൻ മനസ്സ് കാണിച്ചത് ശശി തരൂർ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ 27-ാം തീയതി നടക്കുന്ന നേതൃയോഗത്തിൽ ശശി തരൂർ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്നും അതേസമയം മോദിയുമായി കൂടിക്കാഴ്ച നടത്താനോ അല്ലെങ്കിൽ മോദിയെ പ്രശംസിക്കാനോ അദ്ദേഹം മടിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ പോലും നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷെ CPM-ലേക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായും CPM-ൽ ശശി തരൂർ വരികയാണെങ്കിൽ CPM-ന് അതൊരു അസറ്റ് തന്നെയായിരിക്കും. അദ്ദേഹത്തെ പോലെ ഒരു വിശ്വപൗരൻ CPM-ൽ വന്നാൽ. പക്ഷേ അവിടെ ഒരു പൊളിച്ചുപണി ഉണ്ടാകേണ്ടി വരും. കാരണം CPM-നെ പോലെ ഒരു പാർട്ടി ഇന്നത്തെ സാഹചര്യത്തിൽ ശശി തരൂരിനെ അഫോർഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വലിയൊരു സംശയം തന്നെയാണ്. അതെ, ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എന്റെ ഒരു പേഴ്സണൽ വിലയിരുത്തലിൽ അദ്ദേഹത്തെ ശശി തരൂരിനെ കൃത്യമായി വിനിയോഗിക്കാൻ കഴിയാത്തൊരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ അത്രയും കഴിവുള്ള, അത്രയും സ്വാധീന ശേഷിയുള്ള, യുവാക്കളെ പിടിച്ചെടുക്കാൻ കഴിയുന്ന അത്രയും കഴിവുള്ള ഒരു വ്യക്തിയെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്ത പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അപ്പോൾ മറ്റു പാർട്ടികളിലേക്ക് പോകുമ്പോൾ അവർക്കത് കൃത്യമായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ശശി തരൂർ കേന്ദ്രവുമായി ഇടപെട്ട് കുറെ നാൾ പ്രവർത്തിച്ച ഒരാൾ ഇനി കുറച്ചുനാൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കേരളത്തിന്റെ പുരോഗതിക്ക് ഇപ്പോൾ മറ്റു ഒരുപാട് വിദേശ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ കണ്ടിട്ടുള്ള ഇനി പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തിയതും അദ്ദേഹം തന്നെയായിരുന്നു. അപ്പൊ അത്രയും അറിവും വിജ്ഞാനവും ഒക്കെ ഉള്ള ഒരാൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കേഡർ സംവിധാനമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയില്ല. കഴിയുമെങ്കിൽ അത് കൃത്യമായി തന്നെ ഭംഗിയായി തന്നെ നടത്താൻ സാധിക്കട്ടെ. അതെ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പോലെ എന്തും എവിടെയും എപ്പോഴും വിളിച്ചു പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എന്തും എവിടെയും എപ്പോഴും വിളിച്ചു പറയുന്ന ശശി തരൂരിന് എത്രത്തോളം CPM-ലെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ പിന്നിൽ കൊടിപിടിച്ച് നിൽക്കാൻ സാധിക്കുമെന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇന്നിപ്പോൾ പിണറായി വിജയന്റെ വാക്കിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ CPM മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്നത് പോലെ ശശി തരൂരിന് തന്റെ അഭിപ്രായങ്ങൾ ആർക്കും തുറന്നു പറയാം. പക്ഷെ CPM-ൽ ഇരിക്കുമ്പോൾ അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ CPM-ലേക്ക് അദ്ദേഹം പോയാൽ തന്നെ ഇനി അവിടെ എങ്ങനെയൊക്കെ ആയിരിക്കും, നിയമസഭയിൽ അദ്ദേഹം ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മഹാപഞ്ചായത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു നാണക്കേടിന് ക്ഷമ പറയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അനുനയിപ്പിച്ച് കൂടെ ചേർത്താനുള്ള ഒരു തയ്യാറെടുപ്പും നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് CPM-ന്റെ താഴെ നിന്നുള്ള ഈ ചരട് വലി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് അറിയാം, നോക്കി ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം ശശി തരൂർ എന്ത് തീരുമാനിക്കും. BJP-യിലേക്ക് പോകുമോ, CPM-ലേക്ക് പോകുമോ, അതോ കോൺഗ്രസിൽ തന്നെ തുടരുമോ എന്നുള്ളത്. അതെ, എന്ത് തന്നെ ആയാലും മുഖ്യമന്ത്രി കൃത്യസമയത്ത് കരുക്കൾ നീക്കി കൃത്യമായി തന്നെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ തന്നെയാണ് വലിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം നടക്കും എന്നുള്ളത് നോക്കിക്കാണാം.